നമസ്കാരം. എല്ലാവർക്കും ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള PSCയുടെ HSC നാച്ചുറൽ സയൻസിലെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ പാർട്ട് ബി മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഫൈലം അനലിഡയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫൈലം അനലിഡ അഥവാ ഖണ്ഡവിരകൾ എന്നറിയപ്പെടുന്ന ജീവികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനലിഡുകൾ ജലത്തിലും കരയിലും കാണപ്പെടുന്നു. ഇവ ദ്വിമുഖ സമമിതിയുള്ള അകശേരു ജീവികളാണ്. ഇവരുടെ സിമെട്രി ഏതാണ്? ബൈലാറ്ററൽ സിമെട്രിയാണ്. അതുപോലെ ഇവ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. അനലിഡുകൾ സീലോമേറ്റ് ട്രിപ്ലോബ്ലാസ്റ്റിക് ജീവികളാണ്. അതായത് ട്രൂ സീലോമുള്ള എംബ്രിയോണിക് ലെയേഴ്സ് 3 എണ്ണമുള്ള ജീവികളാണ്. അതായത് എക്ടോഡേം, എൻഡോഡേം, മീസോഡേമും കാണപ്പെടുന്ന ജീവികളാണ്. അവയവ വ്യവസ്ഥാ തലത്തിലുള്ള ഓർഗനൈസേഷനിലാണ് ശരീരഘടന കാണപ്പെടുക. അപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവയ്ക്ക് കാണുന്നത്. അവയുടെ ശരീരം ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. ഖണ്ഡനം എന്താണെന്ന് നമ്മൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. എന്താണ് ഖണ്ഡനം? ഒരു ജീവിയുടെ ശരീരം ബാഹ്യമായി പല പല സെഗ്മെന്റുകളായിട്ട് അല്ലെങ്കിൽ ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ഓരോ ഖണ്ഡങ്ങളിലും ചില ആന്തര അവയവങ്ങൾ ആവർത്തിച്ച് കാണപ്പെടും. അതായത് ചില സെഗ്മെന്റുകളിൽ ഇന്റേണൽ ഓർഗൻസ് റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടും. ഇങ്ങനെ ബോഡിയെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ് നമ്മൾ മെറ്റാമറിസം അഥവാ ഖണ്ഡനം എന്ന് പറയുന്നത്. അപ്പൊ ഇവയുടെ ശരീരം മെറ്റാമറിക്കലി വൈഡഡ് ആണ്. അതാണ് ശരീരം ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതിനാൽ തന്നെയാണ് ഇവയെ ഖണ്ഡവിരകൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ ശരീരത്തിന്റെ ഉപരിതലത്തിലൂടെയാണ് ഇവ ശ്വസിക്കുന്നത്. റെസ്പിറേഷൻ എങ്ങനെയാണ്? ബോഡി സർഫസിൽ കൂടിയാണ്. വിസർജന അവയവങ്ങൾ നെഫ്രീഡുകളാണ്. ഇവയ്ക്ക് നന്നായി വികസിച്ച രക്തചംക്രമണ ദഹന വ്യവസ്ഥകളുണ്ട്. അപ്പോൾ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നെഫ്രീഡുകളാണ് ഇവയുടെ വിസർജന അവയവങ്ങൾ. ഇവയ്ക്ക് നന്നായി വികസിച്ച രക്തചംക്രമണ ദഹന വ്യവസ്ഥകൾ ഉണ്ട്. ഇവയുടെ ശരീരത്തില് ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇവയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നു. പുനരുജ്ജീവനം അനലിഡുകളുടെ ഒരു സാധാരണ സ്വഭാവമാണ്. അതായത് ഇവയ്ക്ക് നല്ല പുനരുജ്ജീവന ശേഷിയുണ്ട്. അതായത് റീജനറേഷൻ കപ്പാസിറ്റി ഹൈ ആണ്. ഇവയുടെ ലോക്കോമോട്ടറി ഓർഗൻ അഥവാ ചലനത്തിന് ഇവയെ സഹായിക്കുന്നത് സീറ്റേ എന്ന് പറയുന്ന ഓർഗൻസ് ആണ്. അനലിഡുകളിലെ ഭൂരിഭാഗവും ഹെർമാഫ്രോഡൈറ്റുകളാണ്. അതായത് പുരുഷ സ്ത്രീ അവയവങ്ങൾ ഒരേ ശരീരത്തിൽ തന്നെ കാണപ്പെടുന്നു. ഇവ അലൈംഗികമായും ലൈംഗികമായും പുനർനിർമ്മിക്കപ്പെടുന്നു. സെക്ഷുവലിയും അസെക്ഷുവലിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ ആണ് മണ്ണിരകൾ, അട്ടകൾ മുതലായവ. ഇനി നമുക്ക് അനലിഡയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നോക്കാം. 3 ക്ലാസ്സുകളാണ് അനലിഡയിലുള്ളത്. ഇവയില് പാരപ്പോഡിയ എന്നറിയപ്പെടുന്ന അപ്പൻഡേജസോ അല്ലെങ്കിൽ സീറ്റേകളോ ക്ലൈറ്റെല്ലമോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനലിഡയുടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ക്ലാസ് പോളിക്കീറ്റയാണ് ആദ്യമായി വരുന്ന ക്ലാസ്. ക്ലാസ് പോളിക്കീറ്റയിലെ ജീവികളുടെ ശരീരം നീളമേറിയതും ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടതുമാണ്. നമുക്കറിയാം ഖണ്ഡനം എന്ന് പറയുന്നത് അനലിഡയുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകളിലും ആ ഒരു ക്യാരക്ടർ കാണപ്പെടും. ഇവ മറൈൻ ആണ്. അതായത് സമുദ്ര പരിസ്ഥിതിയിലാണ് ഇവ കാണപ്പെടുന്നത്. സീലോമേറ്റുകളാണ്. ദ്വിപാർശ്വ സമമിതിയുള്ള വിരകളാണ്. ഇവയ്ക്ക് പാരപ്പോഡിയ എന്നറിയപ്പെടുന്ന അനുബന്ധങ്ങളുണ്ട്. അത് നോട്ട് ചെയ്യുക. ഇവയ്ക്ക് പാരപ്പോഡിയ കാണപ്പെടുന്നുണ്ട്. മെറ്റാനെഫ്രീഡിയ, പ്രോട്ടോനെഫ്രീഡിയ എന്നിവയിലൂടെയാണ് വിസർജനം നടത്തുന്നത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. മെറ്റാനെഫ്രീഡിയയും പ്രോട്ടോനെഫ്രീഡിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. ഇവയുടെ നെർവസ് സിസ്റ്റം അതായത് നാഡീവ്യവസ്ഥ നന്നായി വികസിച്ചതാണ്. ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റമാണ് കാണുന്നത്. രക്തചംക്രമണ വ്യൂഹം അടഞ്ഞ തരത്തിലുള്ളതാണ്. ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റം, പര്യന വ്യവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണപ്പെടുന്നത്. എന്താണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം? നമ്മൾ പഠിച്ചതാണല്ലേ. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബ്ലഡ് ശരീരത്തിലൂടെ പ്രത്യേകതരം അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വെസൽസിൽ കൂടി ഒഴുകുന്നതിനെയാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അവ ഹെർമാഫ്രോഡൈറ്റുകളാണ്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. ബീജസങ്കലനം ബാഹ്യമാണ്. ഈ ഗ്രൂപ്പിൽപ്പെടുന്ന ജീവികൾക്ക് ക്ലൈറ്റെല്ലം ഇല്ല.
അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവയ്ക്ക് പാരപ്പോഡിയ ഉണ്ട്, പക്ഷേ ക്ലൈറ്റെല്ലം ഇല്ല. എക്സാമ്പിൾ വരുന്നതാണ് നീറിസ്. നീറിസ് ജലസാന്നിധ്യത്തിൽ മാത്രം വളരുന്ന ചുവന്ന നിറത്തിലുള്ള പുഴുക്കളാണ്. ഇവ റാഗ് വേം അഥവാ ക്ലാം വേം എന്നും അറിയപ്പെടുന്നു. വെള്ളത്തിൽ ഒഴുക്ക് കുറഞ്ഞ ഭാഗത്തും ജലാംശമുള്ള ചെളിയിലുമാണ് ഇവ ധാരാളമായി കാണപ്പെടുന്നത്. ചുവന്ന നിറത്തിലാണെങ്കിലും വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇട്ടാൽ ഇവ നിമിഷങ്ങൾക്കകം ജീവൻ വെടിയുകയും വെള്ള നിറമാകുകയും ചെയ്യും. അതായത് ഇവരുടെ ആ ചുവപ്പ് നിറം നഷ്ടമാകുകയും ചെയ്യും. 5 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളമുള്ള മെലിഞ്ഞ ഡോർസോവെൻട്രലി പരന്ന ശരീരമാണ് ഇവയ്ക്കുള്ളത്. അതായത് ശരീരം ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. കണ്ടോ, ആ പടത്ത് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ശരീരത്തിൽ പരന്നതാണ്, നീളമുള്ളതാണ്, പരന്നതാണ്. അതിന്റെ സൈഡിൽ കണ്ടോ, അതാണ് പാരപ്പോഡിയ. ഇത് കണ്ടോ, ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി അപ്പൻഡേജസ് കണ്ടോ, ചെറിയ ചെറിയ അപ്പൻഡേജസ്. ഇതിനെയാണ് പാരപ്പോഡിയ എന്ന് പറയുന്നത്. ഇതിവയെ ചലനത്തിന് സഹായിക്കുന്ന അവയവങ്ങളാണ്. ഇനി തലയുടെ അഗ്രഭാഗത്ത് ത്രികോണാകൃതിയിലുള്ള ഒരു പ്രോസ്റ്റോമിയവും അതിന് പിന്നിൽ വലയ ആകൃതി, അതായത് റിംഗ് ആകൃതിയിലുള്ള ഒരു പെരിസ്റ്റോമിയവും കാണപ്പെടുന്നുണ്ട്. അപ്പോ ഇവിടെ ഈ തല എന്ന് പറയുന്ന ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. അതായത് ഒരു എൻഡില് ഇവയുടെ ശരീരത്തിന്റെ അറ്റഭാഗം ട്രയാങ്കിൾ ഷേപ്പിൽ കാണും. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം റിംഗ് ഷേപ്പിലും കാണും. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു തല ഭാഗമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തലയുടെ അഗ്രഭാഗത്ത് ത്രികോണാകൃതിയിലുള്ള ഒരു പ്രോസ്റ്റോമിയം കാണപ്പെടും. അതിന്റെ പിന്നില് വലയ ആകൃതിയിലുള്ള, അതായത് റിംഗ് ഷേപ്പിലുള്ള പെരിസ്റ്റോമിയവും കാണപ്പെടുന്നുണ്ട്. പാരപ്പോഡിയവും സീറ്റേകളും കാണപ്പെടുന്നുണ്ട്. പക്ഷേ ക്ലൈറ്റെല്ലം ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കണം. അടുത്തതാണ് ക്ലാസ് ഒലിഗോകീറ്റ. ഒലിഗോകീറ്റ പ്രധാനമായും ശുദ്ധജലത്തിലും കരയിലും കാണപ്പെടുന്ന ജീവികളാണ്. ശരീരം മെറ്റാമറിക്കലി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. തല, കണ്ണുകള്, ടെന്റക്കിളുകള് ഇവയൊന്നും വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. സീറ്റേകൾ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. സീറ്റേകൾക്കും സെഗ്മെന്റലായിട്ടാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് പാരപ്പോഡിയ ഇല്ല, പക്ഷെ ക്ലൈറ്റെല്ലം ഉണ്ട്. പോളിക്കീറ്റയ്ക്ക് എങ്ങനെയായിരുന്നു? പാരപ്പോഡിയ ഉണ്ട്, ക്ലൈറ്റെല്ലം ഇല്ലായിരുന്നു. ഇവയ്ക്ക് പാരപ്പോഡിയ ഉണ്ട്, പക്ഷെ ക്ലൈറ്റെല്ലം ഇല്ല. ഇവ ഹെർമാഫ്രോഡൈറ്റുകളാണ്. പക്ഷെ സെൽഫ് ഫെർട്ടിലൈസേഷൻ അല്ല, പകരം ക്രോസ് ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ ബാഹ്യമാണ്. ബീജസങ്കലനം ബാഹ്യമായിട്ടാണ് നടക്കുക. കൊക്കൂൺ രൂപീകരണം സംഭവിക്കുന്നുണ്ട്. കൊക്കൂണുകൾക്കുള്ളിലാണ് ഇവ മുട്ടയിടുക. അപ്പോൾ കൊക്കൂണുകൾക്കുള്ളിലാണ് ഇവയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇവയ്ക്ക് സ്വതന്ത്ര ലാർവൽ ഘട്ടം ഇല്ല. അതായത് ഡെവലപ്മെന്റ് ഏകദേശം ഡയറക്റ്റ് തന്നെയാണ്. ലാർവൽ ഫോംസ് ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. ഉദാഹരണമാണ് ട്യൂബിഫെക്സ്, ഫെററ്റിമ. ഫെററ്റിമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എർത്ത് ഫോം അല്ലെ, മണ്ണിര എന്ന് പറയുന്ന ജീവിയാണ് ഫെററ്റിമ. അപ്പൊ ഇവയൊക്കെയാണ് ഒലിഗോകീറ്റയ്ക്ക് എക്സാമ്പിൾസ്. ഒലിഗോകീറ്റയ്ക്ക് എക്സാമ്പിൾസ് ആണ് ഫെററ്റിമ, പോസ്റ്റുമ, ദെൻ ട്യൂബിഫെക്സ്. മൂന്നാമത്തെ ക്ലാസ് ആണ് ക്ലാസ് ഹിരുഡീനിയ. ഹിരുഡീനിയ എന്നുള്ളത് നമ്മുടെ അട്ടകളുടെ ഒരു ഗ്രൂപ്പാണ്. സാധാരണയായി ശുദ്ധജലത്തിലാണ് ഇവ കാണപ്പെടുന്നത്. ചിലത് സമുദ്രജീവികളും കരജീവികളും പരാഗജീവികളെയും ഒക്കെ നമുക്ക് ഇവയിൽ കാണാനായിട്ട് സാധിക്കും. ശരീരം ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അനലിയുടെ അല്ലേ, അതുകൊണ്ട് തന്നെ ശരീരം ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. ടെന്റക്കിളുകൾ, പാരപ്പോഡിയ, സീറ്റ എന്നിവയില്ല. ഇവയ്ക്ക് പാരപ്പോഡിയ ഇല്ല. ശരീരം സിലിണ്ടർ ആകൃതിയിൽ അല്ലെങ്കിൽ ഡോർസോവെൻട്രലി പരന്നതാണ്. ഇവയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഇവയുടെ ശരീരത്തിന്റെ വെൻട്രൽ സൈഡിൽ, അതായത് നമുക്കറിയാം ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞാൽ മുതുക് വശമാണ്, വെൻട്രൽ സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ വയറുവശം എന്ന് പറയുന്ന പോർഷനാണ്. അപ്പോൾ വെൻട്രൽ സൈഡിലായിട്ട് മുൻഭാഗത്തും പിൻഭാഗത്തും സക്കറുകളുണ്ട്. മുൻഭാഗത്തെ സക്കറിൽ വായസ്ഥിതിയും പിൻഭാഗത്തെ സക്കറിൽ മലദ്വാര സ്ഥിതിയും. വായിൽ ഇവയ്ക്ക് വാള് പോലത്തെ ചില ജീവികൾക്കൊക്കെ ഇങ്ങനെ ഒരു വൂണ്ടുണ്ടാക്കി സക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ജീവികൾ കൊക്കൂണുകളിലാണ് മുട്ടയിടുന്നത്. ജീവിയുടെ വികാസ സമയത്ത് ലാർവയുടെ ഘട്ടം ഇല്ല. ബീജസങ്കലനം ആന്തരികമാണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ഹെർമാഫ്രോഡൈറ്റുകളാണ്. എക്സാമ്പിൾ ആണ് ഹിരുഡിനേറിയ. ഹിരുഡിനേറിയ അഥവാ കുളയട്ട ചതുപ്പുകളിലും ജലാശയങ്ങളിലും കാണപ്പെടുന്ന രക്തം കുടിക്കുന്ന ജീവിയാണ് കുളയട്ട. ഇമ്പോർട്ടന്റ് ആണ്, സാങ്ക്യുവോസ് ആണ്.
ഇവ കൂടുതലും ശുദ്ധജലത്തിലാണ് വസിക്കുന്നത്. തോട്ടട്ട, പോത്തട്ട തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടുന്നു. അതായത് കന്നുകാലികളിലൊക്കെയാണ് ഇവ സാധാരണയായി രക്തം ഊറ്റി കുടിക്കുന്നത്. ഇവയ്ക്ക് കറുപ്പോ പച്ചയോ തവിട്ടോ നിറമാണ്. 2.5 സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ നീളമുള്ള നീരട്ടകൾ ഉണ്ട്. കുളയട്ട, നീരട്ട, തോട്ടട്ട, പോത്തട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിരുഡിനേരിയ തന്നെയാണ് കേട്ടോ. ഇവയുടെ തലയില് രക്തം വലിച്ചെടുക്കാൻ യോജിച്ച വിധത്തില് വാളിന്റെ ആകൃതിയിലുള്ള പല്ലുകളോടുകൂടിയ വായ്ഭാഗമുണ്ട്. സക്കറില് പല്ലുകൾ ഉണ്ട്. അതായത് വാള് പോലത്തെ ഷേപ്പിലുള്ള പല്ലുകൾ പോലത്തെ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അത് വെച്ചിട്ട് ഹോസ്റ്റിന്റെ ശരീരത്തിന് വൂൺസ് ഉണ്ടാക്കി, മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വരുന്ന രക്തം വലിച്ചു കുടിച്ചാണ് ഇവ ജീവിക്കുന്നത്. സാങ്ഗ്യുവോസ് ആണ്, അതായത് രക്തം കുടിക്കുന്ന ജീവികളാണ്. ഇവയുടെ കുത്ത് വേദനാജനകമല്ലാത്തതിനാൽ ഇവ കടിക്കുമ്പോൾ നമ്മൾ അറിയില്ല. ആക്രമണശേഷം രക്തം വാർന്നു പോകുമ്പോഴാണ് ഈ ആക്രമണത്തെ പറ്റി നമ്മൾ അറിയുകയുള്ളൂ. ഇവ മറ്റു ജീവികളെ കടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഇവയുടെ വായിൽ നിന്ന്, സലൈവയിൽ നിന്ന് രക്തം കട്ട പിടിക്കുന്നത് തടയാനുള്ള ഹിരുഡിൻ എന്നു പേരുള്ള ഒരു പദാർത്ഥം കുത്തിവെക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഹോസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം ഇവയ്ക്ക് കുടിക്കാനായിട്ട് സാധിക്കും. ബ്ലഡ് ക്ലോട്ട് ആവില്ല. ഏതാണ് ആ പദാർത്ഥത്തിന്റെ പേര്? ഹിരുഡിൻ. ഓക്കെ, ഇവ വിഷമില്ലാത്തവയാണ്. രക്തം ചോർത്തിയുള്ള ചികിത്സയ്ക്കായിട്ട് ഇവയെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈലം അനലിഡയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിലൊരു ചെറിയ അനുബന്ധമായിട്ടുള്ള ഒരു പോർഷനും കൂടിയുണ്ട്. അതായത് വെർമി കൾച്ചർ എന്നുള്ളത് ബ്രീഫ് അക്കൗണ്ട് ആണ് പറഞ്ഞേക്കുന്നത്, എങ്കിൽ പോലും അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതില് എന്താണ് വെർമി കൾച്ചർ, വെർമി കമ്പോസ്റ്റ് എന്താണ് അതിന് അനുയോജ്യമായിട്ടുള്ള സെറ്റപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന വിരകൾ ഏതൊക്കെയാണ്, അതായത് മണ്ണിരകളുടെ സ്പീഷീസുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്ന് തോന്നിയത് കൊണ്ട് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആക്ച്വലി അത് ഫൈലം അനലിഡയുടെ കൂടെ ഉൾപ്പെടുത്തേണ്ട ഒരു പോർഷനാണ്. എങ്കിലും ഈ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനും അതിൽ കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ട് നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനല് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് പുതിയ വീഡിയോകൾ ഇടാനായിട്ടുള്ള ഒരു ഊർജം ലഭിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ. See you in my next video. Bye.